ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെമ്മീൻ വറുക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കടൽ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ ഈ പച്ചമുളകും വേപ്പിലയും ഒന്ന് വഴന്ന് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കണം. 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. തക്കാളി ഒന്ന് വെന്തിട്ട് ചെറുതായിട്ട് ഉടഞ്ഞു വരുന്ന സമയം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വഴറ്റിയ മസാലയൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിൽ വരുന്ന എണ്ണയിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇച്ചിരി സമയം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റുമ്പോഴേക്കും നടുവിൽ എണ്ണ ഊറി വരും. ആ എണ്ണയിലേക്ക് നമുക്കൊരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതി. പൊടിയൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായിട്ട് ഇളക്കിയിട്ട് മസാലയുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ചെമ്മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3-4 മിനിറ്റോളം ഇതേപോലെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീൻ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരും. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയപ്പോഴേക്കും ചെമ്മീൻ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ വെന്ത് വരാനായിട്ട് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ കറിയൊന്ന് തിളച്ച് വരുന്നത് വരെ ഇതേപോലെയൊന്ന് ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതേപോലെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അല്പസമയം ഗ്യാപ്പിട്ട് നമ്മൾ ഇതേപോലെ മൂടി തുറന്ന് ഇളക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും അടച്ചു വയ്ക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതേപോലെ ചെയ്തെടുക്കണം. ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ഗ്യാപ്പിട്ട് തന്നെ നമ്മൾ ഇതേപോലെ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട. തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ചെമ്മീൻ മസാലയിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. കണ്ടോ, ചെമ്മീനൊക്കെ ഇപ്പോൾ മസാലയിൽ നിന്നും ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. വേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. റോസ്റ്റ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ല അടിപൊളി രുചിയിലുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്.
ഈ ഒരു റോസ്റ്റ് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.